കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉളനാട് ഉണ്ണിക്കണ്ണനെ പറ്റി നമുക്കിന്നറിയാം. പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് ഉളനാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈയിടെ ഉണ്ണിക്കണ്ണനെ കാണാനായി ഞാൻ ഉളനാട് ഗ്രാമത്തിലോട്ട് പോയിരുന്നു. ഉളനാട് അമ്പലത്തിൽ ഏറെ നേരം ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെയധികം സംതൃപ്തിയുണ്ട്. ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹവും പേറിയാണ് തിരികെ എത്തിയത്. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന സകല ഭക്തർക്കും ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകാറുണ്ട്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് പ്രശസ്തമാണ് ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം. സന്താന സൗഭാഗ്യത്തിന്, ജോലി ലഭിക്കാനായി, അതുപോലെ തന്നെ വിവാഹത്തിന് തടസ്സമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനായി, വീട് വയ്ക്കാൻ, സാമ്പത്തിക തടസ്സം മാറാൻ, സാമ്പത്തിക അഭിവൃദ്ധിക്ക്, മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിക്കായി, ഇപ്രകാരം എല്ലാ വിധത്തിലുമായുള്ള അഭീഷ്ടസിദ്ധിക്കായി പേര് കേട്ടതാണ് ഈ ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം. ഇവിടെ എത്തുന്ന ഒരു ഭക്തരെയും ഭഗവാൻ നിരാശപ്പെടുത്താറില്ല. വളരെയധികം മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്താണ് ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അദമ്യമായ ഗ്രാമഭംഗിയിൽ ഭഗവാന്റെ ചൈതന്യം വളരെയധികം കുടികൊള്ളുന്ന അമ്പലമാണ് ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം. ബാലഗോപാല രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. നെറുകയിൽ മയിൽപ്പീലി ചൂടി കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച ഉണ്ണിക്കണ്ണൻ്റെ രൂപം മാത്രമാകും നമുക്ക് ഒരു നേരം അവിടെ തൊഴാൻ സാധിച്ചാൽ മനസ്സിൽ പതിയുന്നത്. ഉളനാട് ഉണ്ണികൃഷ്ണൻ്റെ അമ്പലത്തിനെ കുറിച്ച് കുറച്ച് ഐതിഹ്യങ്ങളുണ്ട്, നമുക്ക് കേൾക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഇരുണ്ട പ്രദേശമായിരുന്നു അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ചതുപ്പും വെള്ളവും നിറഞ്ഞ പോളച്ചിറയും കരയിൽ തിങ്ങി വളർന്നു നിൽക്കുന്ന കൈതക്കാടുമെല്ലാം ചേർന്ന് പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ആണ് ഉളനാട്ടിലുണ്ടായിരുന്നത്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയിരുന്ന ആ കാലത്ത് പോളച്ചിറയിൽ കായൽ മാടൻ എന്നൊരു ഭീകര സ്വത്വം വസിച്ചിരുന്നു. കായൽ മാടനെ പേടിച്ച് പകൽ പോലും പോളച്ചിറയുടെ കരയിൽ കൂടി യാത്ര ചെയ്യാൻ ജനങ്ങൾക്ക് ഭയമായിരുന്നു. എന്നാൽ അവിടെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രം വന്നതോടുകൂടി പിന്നീട് ഒരിക്കലും കായൽ മാടനെ ആരും കണ്ടിട്ടില്ലെന്ന് പറയപ്പെടുന്നു. കാളിന്തിയിൽ വസിച്ചിരുന്ന ഭീകര സർപ്പമായ കാളിയനെ കൊന്നതുപോലെ കായൽ മാടനെ ഓടിച്ചതും തങ്ങളുടെ ബാലഗോപാലനാണെന്നാണ് ഉളനാട്ടിലെ ഭക്തരുടെ വിശ്വാസം. ബാലരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞുവല്ലോ. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കണ്ണൻ്റെ ഈ രൂപത്തിലുള്ള പ്രതിഷ്ഠയുള്ളത്. 13 വയസ്സിൽ താഴെയുള്ള ഉണ്ണിക്കണ്ണൻ ഓടക്കുഴൽ വായിച്ചു നിൽക്കുന്നതായാണ് ഭഗവാന്റെ സങ്കല്പം. എന്നാൽ കണ്ണന് കൂട്ടായി പശു ഇല്ല എന്നതും ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഭക്തിയോടെ എത്തുന്നവരെ വെറും കൈയോടെ മടക്കി അയക്കാറില്ല ഉളനാടിൻ്റെ ഉണ്ണിക്കണ്ണൻ. നേരത്തെ പറഞ്ഞുവല്ലോ, ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് പ്രസിദ്ധമാണ് ഈ അമ്പലം. വർഷങ്ങൾക്ക് മുന്നേ ഭഗവാന്റെ പ്രതിഷ്ഠാ സമയത്ത് ശ്രീകൃഷ്ണപ്പരുന്ത് ശ്രീകോവിലിന് മുകളിൽ വട്ടമിട്ട് പറന്നു എന്നാണ് ഐതിഹ്യം. ഒരിക്കൽ അതുപോലെ തന്നെ പുനർനിർമ്മാണ സമയത്ത് താഴികക്കുട ഇളക്കിയപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് ഉള്ളിൽ സ്ഥാപിച്ച വെറ്റ വാടാതിരുന്ന സംഭവം ഏവരിലും അത്ഭുതം ഉളവാക്കിയിരുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഉറി വഴിപാട്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് ഉറി വഴിപാട് നടത്തുന്നത്. നമുക്ക് ഉറി വഴിപാടിനെ കുറിച്ച് നോക്കാം. ഉറി വഴിപാട് എല്ലാ ദിവസവും ഭക്തർക്ക് നടത്താവുന്നതാണ്. രാവിലെ 6:30 മുതൽ 10 മണി വരെയും വൈകുന്നേരം 5:30 മണി മുതൽ 6:15 മണി വരെയുമാണ് ഉറി വഴിപാട് സമർപ്പണം. ഉറിയിൽ ഭഗവാന്റെ നിവേദ്യങ്ങളായ വെണ്ണ, കദളിപ്പഴം, കൽക്കണ്ടം, ഉണ്ട ശർക്കര, പഞ്ചസാര, അവൽ, ഉണക്കമുന്തിരി, ഉണ്ണിയപ്പം, മധുര പലഹാരങ്ങൾ ഇവയാണ് നിറയ്ക്കുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ നേർച്ച പ്രകാരം നിറയ്ക്കാവുന്നതാണ്. വെണ്ണയ്ക്ക് 1500 രൂപയും മറ്റുള്ളവയ്ക്ക് 450 രൂപയുമാണെന്ന് കരുതുന്നു. ഈ നിരക്കുകൾ വ്യത്യാസപ്പെടാവുന്നതാണ്. ഉരിയും കലവും അമ്പലത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. പറഞ്ഞ നിവേദ്യ സാധനങ്ങളും അമ്പലത്തിൽ തന്നെ തരുന്നതാണ്. ഉറിയിൽ നിറയ്ക്കാനുള്ള അവൽ, പഞ്ചസാര, കൽക്കണ്ടം, ഉണ്ട ശർക്കര എന്നിവ എപ്പോഴും ക്ഷേത്രത്തിൽ ലഭിക്കുന്നതാണ്.
മറ്റ് സാധനങ്ങൾ ഭക്തർ പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിൽ തയ്യാർ ചെയ്ത് തരുന്നതാണ്. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നാം എത്തി ഉറി വഴിപാട് ഷീട്ടാക്കി കഴിഞ്ഞാൽ ഉറിയിൽ നൈവേദ്യ സാധനങ്ങൾ നമുക്ക് തന്നെ നിറയ്ക്കാവുന്നതാണ്. വെണ്ണ, ഉണ്ണിയപ്പം, അവിൽ, ശർക്കര, പഞ്ചസാര തുടങ്ങിയ നൈവേദ്യ സാധനങ്ങൾ നാം ഏതാണോ നേർന്നിരിക്കുന്നത് അത് നമ്മുടെ ഉറിയിൽ നമുക്ക് തന്നെ നിറയ്ക്കാവുന്നതാണ്. ഈ മധുരപലഹാരങ്ങളും വെണ്ണ, കൽക്കണ്ടം, പഞ്ചസാര, അവിൽ, ഉണ്ടശർക്കര, കദളിപ്പഴം തുടങ്ങിയ നൈവേദ്യ സാധനങ്ങൾ നമ്മുടെ നേർച്ചയനുസരിച്ച് ഉളനാടിലെ ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറിയിൽ നിറയ്ക്കേണ്ടതാണ്. നിറച്ച ഉറി ശ്രീകോവിലിന് ചുറ്റും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു പ്രദക്ഷിണം വെച്ച ശേഷം നമസ്കാര മണ്ഡപത്തിൽ വയ്ക്കുന്നു. എന്നിട്ട് ഭക്തർ മാറി സൈഡിലോട്ട് നിൽക്കുമ്പോൾ ഉറിയിലെ വിഭവം മേൽശാന്തി ഉണ്ണിക്കണ്ണന് നിവേദിക്കാനായി ഒരു ഇലയിൽ എല്ലാ ഉറികളിൽ നിന്നും എടുക്കുന്നു. ഓരോ ഭക്തർക്കും ഓരോ ഇലയിലാണ് എടുക്കുന്നത്. ഓരോ ഭക്തരുടെയും നിവേദ്യം ഓരോ ഇലകളിലായി മേൽശാന്തി എടുത്തിട്ടാണ് നിവേദ്യത്തിന് കൊണ്ടുപോകുന്നത്. ആ നിവേദ്യ ഇലകൾ അമ്പലത്തിലെ ശ്രീകോവിലിനകത്ത് വെച്ച് ഭഗവാന് നിവേദിക്കുന്നു. അതിനുശേഷം ഭക്തരെ വിളിച്ച് ഓരോ ഭക്തരായി വന്ന് ഭഗവാനോട് ആഗ്രഹിച്ച കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് മനസ്സ് നിറയെ പ്രാർത്ഥിച്ചതിന് ശേഷം മേൽശാന്തി ആ ഇലപ്രസാദം അങ്ങനെ തന്നെ ഭക്തർക്ക് കൊടുക്കുന്നു. ഉറി സമർപ്പിച്ച ആളാണ് ഈ നൈവേദ്യം കൈപ്പറ്റേണ്ടത്. നേദിച്ച ശേഷം ഉറി സമർപ്പിച്ച ആൾ കൊച്ചുകുട്ടികൾക്ക് ആദ്യം ഈ പ്രസാദത്തിൽ നിന്ന് അല്പം നൽകേണ്ടതാണ്. പിന്നീട് മാത്രമേ മുതിർന്നവർക്ക് നൽകാറുള്ളൂ. ഉറി വഴിപാട് നടത്തുന്നതിലൂടെ ഭക്തൻ്റെ ഏതാഗ്രഹവും ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. ഞാൻ പോയ ദിവസം തന്നെ ഒരുപാട് ഭക്തർ ഉറി വഴിപാടിനായി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഉറി വഴിപാട് ചെയ്യുന്നതും കണ്ടു. വളരെയധികം മനസ്സ് നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു അത്. വേറെ ഒരു അമ്പലത്തിലും ഞാൻ ഈ ഒരു കാഴ്ച കണ്ടിട്ടില്ല. ഉണ്ണിക്കണ്ണൻ്റെ ഉറി വഴിപാട് ഞാൻ ഇത്രയും നന്നായി കാണുന്നത് ഇവിടെ മാത്രമാണ്. ഉദ്ദിഷ്ടകാര്യം സാധിച്ചു കൊടുക്കും ഉണ്ണിക്കണ്ണൻ എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഭക്തർ ഒരുമിച്ച് ഉറി വഴിപാട് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റിയത്. നാട്ടിലെ ഉണ്ണികൃഷ്ണൻ്റെ അമ്പലത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ. എല്ലാ രോഹിണി നാളിലും രാവിലെ 9:30 മുതൽ 10:30 വരെ 1 മണിക്കൂർ നടക്കുന്ന പൂജയിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ആർക്കും പങ്കുകൊള്ളാം. പൂജയിൽ പങ്കെടുത്ത് വിവാഹ തടസ്സം, ജോലി തടസ്സം ഇവ മാറിയവർ നിരവധിയാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ കുട്ടികളില്ലാത്ത ദമ്പതികൾക്കും സന്താന സൗഭാഗ്യത്തിനായി ഈ പൂജയിൽ പങ്കെടുക്കാവുന്നതാണ്. മക്കളില്ലാത്ത ദുഃഖത്തിൽ ഉരുകി ജീവിതം തള്ളി നീക്കുന്നവർക്ക് ആശ്വാസമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. സന്താനലബ്ധിക്കായി നിരവധി പേരിവിടെ എത്തുന്നു. കുഞ്ഞുണ്ടായ ശേഷം നടത്തുന്ന ഉണ്ണിയൂട്ട് പ്രധാന വിശേഷങ്ങളിൽ ഒന്നാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതാണ് ചടങ്ങ്. അന്യമത വിശ്വാസികൾ പോലും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഉളനാട്ട് ഉണ്ണികൃഷ്ണൻ്റെ അടുക്കൽ എത്താറുണ്ട്. ഇനി മറ്റൊരു പ്രധാന വഴിപാടാണ് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടാനായി നടത്തുന്ന പാൽപ്പായസം വഴിപാട്. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. പാൽപ്പായസം നേർന്ന് കളഞ്ഞുപോയ വസ്തുക്കൾ തിരികെ കിട്ടിയ അനുഭവം പല ഭക്തർക്കും ഉണ്ടായിട്ടുണ്ട്. പാൽപ്പായസം വഴിപാടിനായാണ് അന്യമത വിശ്വാസികൾ ഏറെ ഇവിടെ എത്തുന്നത്. വിശേഷ അവസരങ്ങളിൽ മഴ പെയ്യാതിരിക്കാനായി തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചാൽ ചടങ്ങുകൾ കഴിയുന്നതുവരെ മഴ മാറി നിൽക്കുമെന്നും വിശ്വാസമുണ്ട്. ഉപദേവതയായ രക്ഷസിന് പാൽപ്പായസം പ്രധാന വഴിപാടും, ദുർഗയ്ക്ക് കുംഭത്തിലെ കാർത്തിക ഉത്സവവും, പൊങ്കാല, ഭഗവതി സേവ, വിദ്യാരംഭം, നാഗരാജാവ് യക്ഷിക്ക് തുലാമാസത്തിലെ ആയില്യത്തിന് 100 പാലും, ഗണപതി ഭഗവാന് മാസത്തിലെ വിനായക ചതുർത്ഥിക്ക് അപ്പം മൂടൽ എന്നിവയാണ് മറ്റു വഴിപാടുകൾ. അതിശയം കാണിക്കുന്ന ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ വളരെയധികം ഭക്തരെ അതിശയിപ്പിച്ചിട്ട് തന്നെയുണ്ട്. അതായത് പല ഭക്തർക്കും അമ്പലത്തിൽ ഉണ്ണിക്കണ്ണൻ ഓടി നടക്കുന്നതായി ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ ഭഗവാന്റെ ആ ചൈതന്യം നമുക്ക് അനുഭവപ്പെടുന്നതാണ്.
പ്രകാരം അത്ഭുതങ്ങൾ കാണിക്കുന്ന ഉളനാട് ബാലഗോപാലൻ്റെ തിരുനടയിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ സാധിച്ചാൽ വളരെയധികം ധന്യരാണ് നാം. പത്തനംതിട്ട ജില്ലയിലുള്ള ഉളനാട് ഗ്രാമത്തിലെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉളനാട് ഉണ്ണിക്കണ്ണനെ കാണാൻ എനിക്ക് പോകാൻ ഒരു ഭാഗ്യം സിദ്ധിച്ചു. അതേപോലെ തന്നെ ഭക്തരായ നിങ്ങൾക്ക് ഏവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ സർവ്വവിധമായ അനുഗ്രഹവും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ഒപ്പം നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.